2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ടുവരുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു മത്സരം കണ്ടു. പോർച്ചുഗൽ വേഴ്സസ് കോങ്കോ മത്സരം നടന്നതിനകത്ത് പോർച്ചുഗലിനെ 1-1 തളച്ചു കോങ്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ ടീം അവരുടെ വരവറിയിച്ചിട്ടുണ്ട്. കോങ്കോ എന്ന് പറയുന്ന ടീമിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഇതിന് മുന്നേ പ്രീവിയസ് കളിച്ചിട്ടുള്ള വേൾഡ് കപ്പ് ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിലൊന്നും കളിച്ചിട്ടില്ല. അവർ നേരത്തെ 1-2 വട്ടം മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഒരിക്കലോ 2 വട്ടമോ മറ്റോ കളിച്ചിട്ടുള്ളൂ. ആ 2 വട്ടവും അവർ ഒരു ഗോൾ പോലും അടിക്കാതെയാണ് അവർ പുറത്തായിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ മത്സരത്തിൽ വന്നിട്ട് ഗോൾ അടിച്ചത്. അതും ആദ്യത്തെ ഇതിൽ ജോവാൻ നെവിസിന്റെ വക പോർച്ചുഗൽ 5 മിനിറ്റിൽ തന്നെ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ ഗോൾ അടിച്ചു. അതായത് ഒരു ഒരു ഹെഡറിലൂടെ ആയിരുന്നു ഗോൾ വന്നത്. അതിനുശേഷം വളരെ ഫ്രീക്കിംഗ് ആയിട്ട് മാച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ഗോളുകൾ വീഴുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മളേവരെയും ഞെട്ടിച്ചുകൊണ്ട് കോങ്കോ എന്ന് പറയുന്ന ടീമിന്റെ അറ്റാക്കിങ്ങും ഡിഫൻസും അത്യാവശ്യം നല്ല ഗോൾ കീപ്പിങ്ങും എല്ലാം കൊണ്ടും ഒരു വലിയ കിടിലം പാക്കേജ് ആയിട്ടാണ് ആ ഒരു ടീം എത്തിയത്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പോലും പ്രതീക്ഷ വെച്ചത് പോർച്ചുഗലിന് അത്ര പറ്റിയ ഒരു എതിരാളിയല്ല കോങ്കോ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സംഭവിച്ചത് തന്നെ വളരെ വ്യത്യസ്തമാണ്. പറഞ്ഞതിലും നേരെ വിപരീതമായിട്ട് പോർച്ചുഗലിനേക്കാൾ ഒരുപടി മുന്നിൽ അവരാണ് നന്നായിട്ട് കളിച്ചതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. പക്ഷേ എന്നിരുന്നാലും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ലെജൻഡ് പോർച്ചുഗലിനോട് കളിക്കുമ്പോൾ എപ്പോഴും ആ ഒരു പ്ലെയറിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്ലെയറിന്റെ ഒരു മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കൊതിക്കുന്ന ഒരു മനുഷ്യനാണ്. നല്ല പ്ലെയേഴ്സിനെ എപ്പോഴും നമ്മൾ അംഗീകരിക്കണം. അപ്പം എന്തായാലും 40-കാരൻ 41-കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടിയിട്ട് കളിക്കാൻ ഇറങ്ങുമ്പോൾ എൻ്റെ പ്രതീക്ഷകൾ വാനോളം ഉയർന്നിരുന്നു. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന റൊണാൾഡോ എന്ന് പറയുമ്പോൾ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിനും അതുപോലെ തന്നെ ജുവന്റസിനും ഇപ്പം അൽ നസറിനും ഒക്കെ വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ. അപ്പം നമുക്ക് അങ്ങനെ ആ കളികൾ, അദ്ദേഹത്തിന്റെ പഴയകാല കളികളെല്ലാം മനസ്സിൽ അനുസ്മരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കളി കാണാൻ വന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്ന ഒരു കാര്യം കണക്കിലെടുക്കണം. പ്രായം പറയുന്ന ഒരു കാര്യം കണക്കിലെടുക്കുന്ന സമയത്തും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊരു പ്ലെയർ ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തിന്റെ ഫിസിക് ഇതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് ഒരു 20-കാരൻ 25-കാരന്റെ ഫിസിക്ക് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹം കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് ആ ഒരു പ്ലെയറിന്റെ മൂല്യം. ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മുടെ വിരമിച്ചു പോയിട്ടുള്ള പഴയ കാല പ്ലെയേഴ്സ് എല്ലാം തന്നെ ഒരു 40 വയസ്സെത്തുമ്പോൾ തന്നെ അവരുടെ ഫിസിക്കെല്ലാം പോയ ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് നേരെ വിപരീതമായിട്ടാണ് ഈ ഒരു മനുഷ്യൻ. പിന്നെ ഈ ഒരു ലോകകപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഈ ഒരു ലോകകപ്പ് തുടങ്ങിയപ്പോൾ മുതൽ എല്ലാവരും ഉറ്റുനോക്കുന്ന കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. ലയണൽ മെസ്സി കഴിഞ്ഞ വട്ടം അദ്ദേഹത്തിന്റെ ലോകകപ്പ് അദ്ദേഹം നേടി. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പെ, ഹാളൻഡ്, അങ്ങനെ കുറേ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പം ഓരോ ഈ പറഞ്ഞ 3 പ്ലെയേഴ്സിനെ കുറിച്ച് പറയാം. ലയണൽ മെസ്സി ഹാട്രിക്കോട് കൂടി തന്റെ വരവറിയിച്ചിരിക്കുകയാണ് അർജന്റീനയ്ക്കായിട്ട്. അപ്പം ലയണൽ മെസ്സിയെ പോലെ തന്നെ ഒരു ലെജൻഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ. അതിന് മുന്നേ ഞാൻ 2 കാര്യം ഇവിടെ പറയാം. കിലിയൻ എംബാപ്പെ ഫ്രാൻസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ലോകകപ്പിലും അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഇത്തവണയും മോശമാക്കിയിട്ടില്ല. സെനഗലിനെതിരെ 2 ഗോളാണ് അദ്ദേഹം നേടിയത്. രണ്ടും വളരെ സൂപ്പർ ഗോളുകളാണ്, പറയാതിരിക്കാൻ മേല. എംബാപ്പെ എന്ന് പറയുന്ന പ്ലെയർ അദ്ദേഹത്തിന്റെ വേഗത കൊണ്ടും ആ ഒരു കളിയുടെ ചടുലത കൊണ്ടുമാണ് അദ്ദേഹത്തിന്റെ കളി സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഹാളൻഡ്, നോർവേക്ക് വേണ്ടി അദ്ദേഹവും 2 ഗോളുകൾ അടിച്ച് അദ്ദേഹത്തിന്റെ വരവും അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉറ്റുനോക്കിയിരുന്ന ഒരു പ്ലെയറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പക്ഷേ നിർഭാഗ്യം കൊണ്ടോ അദ്ദേഹത്തിന് ഇന്നത്തെ മത്സരത്തിൽ ആദ്യത്തെ പകുതി എത്തിയപ്പോൾ തന്നെ കഷ്ടിച്ചൊരു 10-15 ടച്ച് മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. കാരണം അദ്ദേഹം ഫോർവേഡ് കളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പലരും അദ്ദേഹത്തിന് ട്രോളുന്ന കണ്ടു. പെട്ടിക്കടയ്ക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. അത് ശരിക്കും അങ്ങനെ ഒരു ചിന്ത വരേണ്ടതിന്റെ കാരണം അദ്ദേഹം ആ ഒരു പൊസിഷനിൽ കളിക്കുന്നതുകൊണ്ടാണ്. ഗോൾ പോസ്റ്റിനോട് ചേർന്നാണ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലാണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ അതാണ്, അവിടെയാണ് കളിക്കുന്നത്. അപ്പോൾ അധികം ടച്ചുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു കളി ആരാധകൻ എന്ന നിലയിൽ ഒരു ക്രിസ്ത്യാനോയെ അതായത് പോർച്ചുഗൽ എന്ന് പറയുന്ന ടീമിന് ഇത്രയധികം ആരാധകരുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ ഒരു കാരണമേ ഉള്ളൂ, അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. എനിക്ക് തോന്നുന്നത് ലൂയിസ് ഫിഗോ എന്ന് പറയുന്ന പ്ലെയറിന് ശേഷം, ലൂയിസ് ഫിഗോ എനിക്ക് തോന്നുന്നു പോർച്ചുഗലിന്റെ പഴയ ക്യാപ്റ്റനോ മറ്റുമാണ്, അതിനുശേഷം പോർച്ചുഗൽ എന്ന് പറയുന്ന ടീമിനെ ഇത്രയും അധികം ആളുകൾക്ക് ആരാധന തോന്നണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ മനുഷ്യൻ, ഈ ഒരു വ്യക്തി മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഒരു കളി, അദ്ദേഹത്തിന്റെ ഒരു കാലത്തിന് ശേഷം പോർച്ചുഗലിന് എത്രമാത്രം ആരാധകരെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ളത് കാണേണ്ടതാണ്.
മാത്രമല്ല പല രീതിയിലുള്ള വിമർശനങ്ങളും വരുന്നുമുണ്ട്. ഈ ചില കണക്കുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് കേട്ട് 40% പോർച്ചുഗീസ് ആരാധകർ പറഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാറ്റി നിർത്തി കഴിഞ്ഞാലും പോർച്ചുഗീസ് ടീം ഇത്തവണ കപ്പടിക്കാൻ പോകുന്ന ഒരു ടീമാണെന്നും പറയുന്നുണ്ട്. പല രീതിയിലും പല ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ അത്രയും സെറ്റായിട്ടുള്ള ഒരു ടീമിനെയാണ് ഇന്ന് കോങ്കോ എന്ന് പറയുന്ന ടീം ഞെട്ടിച്ചു കളഞ്ഞത്. ഞെട്ടിച്ചോ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ആദ്യം തന്നെ പോർച്ചുഗൽ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചത് ഇത്രേ ഉള്ളൂ, ഇനിയിപ്പോൾ തെരുതെരെ ഗോൾ വീഴും, എന്തായാലും ക്രിസ്ത്യാനോയുടെ ഊഴം കാത്തിരിക്കാം, ക്രിസ്ത്യാനോ ഗോൾ അടിക്കും എന്നുള്ള പരുവത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് സംഗതി ഒരു രക്ഷയില്ലാത്ത ഡിഫൻസ്, ഒരു രക്ഷയില്ലാത്ത ഫോർവേഡ് പ്ലേ, എന്താ പറയുന്നത്, എല്ലാ കളിത്തികവോടും കൂടി വന്ന ഒരു ടീം, എല്ലാം കൂടെ കൂടി ഒരു പാക്കേജ്. എന്തായാലും ഇത്രയും വമ്പന്മാരായ ഒരു ടീമിനെ ഇതുപോലെ സമനിലയിൽ കുരുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം സ്പെയിനിന്റെ മാച്ച് നമ്മൾ കണ്ടതാണ്. സ്പെയിനിനെ നമ്മൾ എന്താ പറയുന്നത്, അവർ ലോകത്തിലെ 2ാം നമ്പർ, അതായത് 2ാം സ്ഥാനക്കാരാണെന്നാണ് പറയുന്നത് ഫുട്ബോളിലെ. പക്ഷെ അവരെ തളച്ചതോ, അവരും തളയ്ക്കപ്പെട്ടു. ഒരു 40-കാരനായ ഒരു ഗോളിയുടെ മുന്നിൽ അവർ ശരിക്കും പറഞ്ഞാൽ തോറ്റുപോവുകയായിരുന്നു. ഒരു സമനിലയായിരുന്നെങ്കിൽ പോലും സ്പാനിഷ്, അതായത് പ്ലേയേഴ്സ് ആ ഒരു ഗോളിക്ക് മുന്നിൽ തോറ്റു എന്ന് തന്നെ പറയണം. അതായിരുന്നു. മാത്രമല്ല ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യുമ്പം കൂട്ടുകാരും ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ അറിയാവുന്നവരായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഇത്തവണ എല്ലാവരും കളി പഠിച്ചിട്ടാണ് വന്നത്, പണ്ടത്തെ പോലെ പഴം കളിയുമായിട്ടൊന്നും അല്ല വരുന്നത് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള പല സംഭാഷണങ്ങളും വരും. അപ്പോൾ ഇന്നത്തെ ഒരു മത്സരം, ഈ പോർച്ചുഗലും കോങ്കോ മത്സരം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഓടി വന്നൊരു കാര്യം, എംബാപ്പെ ഗോൾ അടിച്ചു, മെസ്സി ഗോൾ അടിച്ചു, ഹാളൻഡ് ഗോൾ അടിച്ചു, ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോ CR7 അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി അടുത്ത ലെജൻഡിന്റെ ഒരു ഗോളടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. കാരണം അദ്ദേഹത്തിന്റെ കാലിൽ മാക്സിമം എന്താ പറയുന്നത്, നമ്മൾ കണക്കുകൾ പറയാനാണെങ്കിൽ ഒരു മാക്സിമം 10-30 ടച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു 40 ടച്ച് കൂടുതൽ വന്നിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അധികം ഈ പറയുന്ന ഒരു റൊണാൾഡോയ്ക്ക് ചെയ്യാനായിട്ടൊന്നും 2 അവസരങ്ങൾ വന്നത് അത് പാഴായി പോവുകയും ചെയ്തു. അത് പുറത്തേക്ക് അടിക്കേണ്ട ഒരു സാഹചര്യം വന്നുപോയി. എന്നിരുന്നാലും ഇത് ഒരു കളിയേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു കളി കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണോ ക്രിസ്ത്യാനോ റൊണാൾഡോ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു പ്ലെയറുടെ കാലിബറും കഴിവും എന്താണെന്നുള്ളത്. അദ്ദേഹത്തിനെ തളർത്താൻ വേണ്ടിയിട്ട് പലരും നോക്കുന്ന സമയത്ത് പോലും അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ച് ജയിച്ച് കാണിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇത്തവണത്തെ ലോകകപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉറ്റുനോക്കുന്ന ഒരു ലോകകപ്പാണ്. ബാക്കി എല്ലാം തന്നെ നേടിയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് മാത്രം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ ആ ഒരു ബലത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വലിയ പ്ലെയറിന്റെ എന്നാ പറയുന്ന ക്യാപ്റ്റൻസിയിൽ, ആ ഒരു ഇതിൽ പോർച്ചുഗലിന് നേടാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. നമുക്ക് ഒരിക്കലും ഒരു ടീമിനെ പോലും ചെറുതാക്കി കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സ്പെയിൻ്റെ കളി കൊണ്ടും പോർച്ചുഗലിൻ്റെ കളി കൊണ്ടും നമുക്ക് മനസ്സിലായത്. കാരണം ഞാൻ എന്ന വ്യക്തി പോർച്ചുഗൽ കോങ്കോ മത്സരം തുടങ്ങുന്ന സമയത്ത് ഇത് വളരെ ചെറിയ കളി, ഒരു ടൈറ്റ് വരാത്തൊരു മത്സരമാണെന്ന് ഞാൻ എൻ്റെ അനിയനോട് ഞാൻ പറഞ്ഞതാണ്. ഇത് ടൈറ്റ് വരുമല്ലേ, ഈസി ആയിട്ട് ജയിക്കുന്നു. പക്ഷെ കളി ടൈറ്റ് ആയിപ്പോയി. ഒന്നാന്തരം മാച്ചായിരുന്നു, പറയാതിരിക്കാൻ വരാം. യോനാവിസ എന്ന് പറയുന്ന ഒരു പ്ലെയറിലൂടെയാണ് നമ്മുടെ കോങ്കോ പോർച്ചുഗലിനെതിരെ ആ ഒരു സമനില ഗോൾ നേടിയത്. അതും ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ആ ഒരു ഗോൾ നടന്നത്. അപ്പൊ തന്നെ കളി കണ്ടുകൊണ്ടിരുന്ന നമ്മളൊന്ന് ഞെട്ടി. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആകും, കുറച്ചുകൂടെ പോർച്ചുഗലിന്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ അറ്റാക്കിംഗ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പോർച്ചുഗലിന്റെ അറ്റാക്കിങ് മുഴുവൻ തടഞ്ഞിടാൻ വേണ്ടി കെൽപ്പുള്ള പക്ക ഡിഫൻസും കാര്യങ്ങളും എല്ലാം കൊണ്ടും, അതായത് ഡിഫെൻഡ് ചെയ്യുവാണ്, അത്രയും സെറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. കാരണം അവർക്ക് ഇതുവരെ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നേടണം, അതും ഈ വമ്പന്മാരെ ഞെട്ടിച്ചുകൊണ്ട് നേടണം എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് പോർച്ചുഗലിനെയും ഞെട്ടിച്ചുകൊണ്ട് അവർ സമനില നേടിയത്. അപ്പം 2 ടീമിനും പോയിന്റായി. കോങ്കോ എന്ന് പറഞ്ഞ ടീമിന് അവരുടെ ലോകകപ്പ് ഇതുവരെ കളിച്ചതിൽ ആദ്യമായിട്ടൊരു ഗോൾ അടിക്കാനും പറ്റി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം, നമുക്ക് ഒരിക്കലും ഒരു ടീമിനെ പോലും ചെറുതാക്കി കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ലെജൻഡറി ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇനിയിപ്പോൾ ഉള്ളത് റൊണാൾഡോ ആണ്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിന് വേണ്ടിയിട്ട് ഇനിയും കാത്തിരിക്കണം. മാത്രമല്ല പോർച്ചുഗലിന്റെ കാര്യം വിട്ടു കഴിഞ്ഞാൽ ഇനി ബ്രസീലിന്റെ മത്സരം കാണുമ്പോഴും എല്ലാവരുടെയും മനസ്സിൽ നെയ്മർ കളിക്കുമോ എന്നുള്ളതാണ്. നെയ്മറിന്റെ കളി മികവും എല്ലാം അറിയാം. പക്ഷെ അദ്ദേഹത്തിന് എക്കാലവും അലട്ടുന്ന ഒരു കാര്യമാണ് പരിക്ക്. പക്ഷെ എന്നിരുന്നാലും അവര് ഇത്തവണയും അദ്ദേഹത്തിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് പരിക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും വേൾഡ് കപ്പിൽ കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായിട്ടും
നെയ്മറിന്റെ ഒരു വരവോടുകൂടി ബ്രസീൽ കുറച്ചുകൂടെ ശക്തമാകുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അത് എന്ന് എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം പരിക്കാണ് പ്രശ്നം. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം മൊത്തം പറഞ്ഞു പോകുമ്പോൾ അവിയിൽ പരുവായി പോകും. എങ്കിലും പറയാനുള്ളത്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ ഇട്ട് ട്രോളുന്നത് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്നേ വരെ ഫുട്ബോൾ പോലും തട്ടിയിട്ടില്ലാത്ത ആളുകൾ ട്രോളുന്നത് കാണുമ്പോൾ മനസ്സിൽ ചിരിയും, ചിലപ്പം നാലെണ്ണം പിടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യമൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഉള്ളിൽ സഹിച്ച് കടിച്ചു പിടിച്ചിരിക്കുക. വരും ദിവസങ്ങളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊരു പ്ലെയർ, അദ്ദേഹത്തിന്റെ കാലിബർ എന്താണെന്നുള്ളത് കാണിച്ചു തരും. അത് പോർച്ചുഗലിന് വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ചു തരുമ്പോൾ ഇന്ന് അദ്ദേഹത്തിനെ ഇട്ട് അലക്കുന്നവർ, അതായത് ട്രോളുന്നവർ നാളെ വാഴ്ത്തിപ്പാടും. അത് കാണാൻ വേണ്ടിയിട്ട് ഓരോ പോർച്ചുഗൽ ആരാധകരും കാത്തിരിക്കുക. ഇത്രയും നേരം ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി പറഞ്ഞെങ്കിൽ പോലും ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. ബ്രസീൽ ആരാധകൻ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി പറയണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിനെ ഞാൻ ബഹുമാനിക്കുന്നു. ആ ഒരു പ്ലെയറിന്റെ കളിമികവ് എന്നാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ടീമും രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുമെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് നല്ലൊരു പ്ലെയർ ആണെങ്കിൽ, ഒരു നന്നായിട്ട് കളിയെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതൊരു കളിക്കാരനും നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപ്രിഷിയേറ്റ് ചെയ്യും, അവൻ നന്നായിട്ട് കളിച്ചു എന്ന്. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല പ്ലേയേഴ്സിനെ എന്നും മനസ്സിൽ ആരാധിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. പോർച്ചുഗൽ ആരാധകർ നിരാശരാണെന്നറിയാം. പക്ഷേ എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവും ഉറപ്പായിട്ടും. നല്ല രീതിയിൽ അദ്ദേഹം ഇതിനെല്ലാം പകരം വീട്ടും. അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ.